So we are dealing with approaches to discipline. Under that, first one is ട്രഡീഷണൽ അപ്രോച്ച്. ആ 4 സ്റ്റെപ്പ് പ്രോസസ്സ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി. പിന്നെ പോസിറ്റീവ് അപ്രോച്ചിൽ എന്താ ചെയ്യുന്നത്, എംപ്ലോയീസിനെ വെറുതെ പണിഷ് ചെയ്യാതെ എന്ത് ചെയ്യുക, അവർക്ക് തന്നെ ഉള്ളിലൊരു തോന്നൽ വരുത്തുക, എന്ത് സെൽഫ് ഡിസിപ്ലിൻ വേണം എന്നുള്ളത്. ഓക്കെ, അതായത് സാലറിയൊക്കെ കട്ട് ചെയ്ത് അവർക്ക് വെറുതെ ഇതാക്കുന്ന നേരം കൊണ്ട് അവർക്ക് എന്താ ചെയ്യുക, സാലറി കൊടുത്തുകൊണ്ട് തന്നെ അവരെ എന്താക്കുക, they should be provide solutions. Okay, അപ്പോൾ the chance to improve upon is what makes the positive approach optimistic. ഇനി apart from these there are 5 more steps approaches related with discipline. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ജുഡീഷ്യൽ അപ്രോച്ച് എന്ന് പറയും. ജുഡീഷ്യൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എവിഡൻസസ് ഒക്കെ ആദ്യം കൃത്യമായിട്ട് നോക്കും. ഓൺ ദ ബേസിസ് ഓഫ് ദിസ് ദ നേച്ചർ ഓഫ് ഒഫൻസ് ഇൻ എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഇസ് ഡിറ്റർമിൻഡ് ആൻഡ് ഓൾ സ്റ്റെപ്സ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ഡിസിപ്ലിനറി പ്രൊസീജിയർ ഇസ് ടേക്കൺ. അതായത് ഒഫൻഡർക്ക് എന്ത് ചെയ്യുക, ഒഫൻഡറെ വിളിച്ച് വരുത്തിയിട്ട് അയാളുടെ വാദം കേൾക്കാനുള്ളൊരു സൗകര്യം കൂടെ ഉണ്ടാക്കുക, ഈ കോടതിയിലൊക്കെ ചെയ്യുന്ന പോലെ. എന്നിട്ട് അതിനനുസരിച്ച് ഇനിയിപ്പോൾ അയാൾക്ക് ഇപ്പം അയാളുടെ ഭാഗം പറഞ്ഞെങ്ങാണ്ട് ഹി ക്യാൻ പ്ലീഡ് മേഴ്സി. ഓക്കെ, ദിസ് ഇസ് എ ഫെയർ അപ്രോച്ച് പ്രോസസ് എന്നാണ് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ് ഓൾസോ. അപ്പോൾ ജുഡീഷ്യൽ അപ്രോച്ചിൽ അങ്ങനെയാണ്, ഡിസിപ്ലിൻ്റെ അപ്രോച്ച് അങ്ങനെയാണ് വരുന്നത്. ദെൻ ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് എന്നാണ് പറയുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത് അറിയോ, ഒഫൻഡർ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് കാണുന്നു. അപ്പോൾ ഒഫൻസ് മെയ്ഡ് ബൈ ദ ഒഫൻഡർ ഇസ് എക്സാമിൻഡ് അറ്റ് ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട്. എല്ലാ മാനുഷിക പരിഗണനകളും നൽകിക്കൊണ്ട് അവരുടെ വാദങ്ങളൊക്കെ കേൾക്കും. അപ്പോൾ ദ റീസൺസ് ഫോർ വയലേറ്റിംഗ് ദ റൂൾസ് ഇസ് എൻക്വയർഡ്. എന്തുകൊണ്ട് ഇങ്ങനെ ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് ബിഹേവ് ചെയ്ത്, എന്തുകൊണ്ട് റൂൾസ് വയലേറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ കാരണസഹിതം ബോധ്യപ്പെടുത്താൻ പറയും. അപ്പം ചിലപ്പം വാലിഡ് റീസൺസ് ആവാം. അപ്പം അങ്ങനെ ഒരു വാലിഡ് റീസൺ ആണെങ്കിൽ ദെൻ ഇറ്റ് വിൽ ബി കൺസിഡേർഡ് ആൻഡ് എ പ്രോപ്പർ അഡ്ജസ്റ്റ്മെൻറ്റ് ഇസ് ഡൺ. മനസ്സിലായല്ലോ. അപ്പോൾ അവിടെ പണിഷ് ചെയ്യുന്നതിന് പകരം എന്താണോ അയാളെ പ്രശ്നം എന്നുള്ളത് കേട്ടിട്ട് അതിന് വേണ്ട ഒരു പോംവഴി ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുന്നത്. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, റൂൾ ഇസ് വയലേറ്റഡ് ഡ്യൂ ടു ഇൽനെസ് ഓഫ് ഹിസ് ഫാമിലി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ജോബിൽ ഷിഫ്റ്റ് ഏർപ്പെടുത്തുക. അയാൾ എപ്പോഴാണോ അയാൾക്ക് ഫാമിലീൻ്റെ കൂടെ ഇപ്പം ചില വീട്ടിലൊക്കെ കാണാം മക്കളെ നോക്കാൻ ആരും ഇല്ലാണ്ടായിട്ട് സ്ത്രീകളാണ്. അപ്പോൾ അപ്പോൾ അവിടെ ഒരു ഷിഫ്റ്റ് ഏർപ്പെടുത്തിയാൽ മതി. വീട്ടിലൊരാളുണ്ടാവുന്ന സമയത്ത് ഇപ്പോൾ രാവിലെ മുതൽ ഉച്ചവരെ അങ്ങനെ പറഞ്ഞെങ്ങാണ്ട് ഹോസ്പിറ്റലിലൊക്കെ കണ്ടിട്ടില്ലേ ഷിഫ്റ്റ്, അതേപോലെ. ഇനി ഹ്യൂമൻ റിസോഴ്സ് അപ്രോച്ചാണ് അടുത്തത്. ഇതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നതാണ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ആൻ ഓർഗനൈസേഷൻ. സോ അണ്ടർ ദിസ് അപ്രോച്ച് എവറി എംപ്ലോയി ഓഫ് എൻ ഓർഗനൈസേഷൻ ഇസ് ട്രീറ്റഡ് ആസ് ഹ്യൂമൻ റിസോഴ്സ്. അപ്പോൾ അവർക്ക് എന്ത് കൊടുക്കുന്നു, ഇവർക്ക് ആദ്യം തന്നെ ഒരു ട്രെയിനിങ് കൊടുക്കുക ചെയ്യുക. ട്രെയിനിങ് ഇസ് ഗിവൺ ടു ഹ്യൂമൻ റിസോഴ്സസ് ഫോർ എൻഹാൻസിങ് ദെയർ എഫിഷ്യൻസി. അപ്പോൾ ഇൻഡിസിപ്ലിൻ ഓൺ ദ പാർട്ട് ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത് എന്തായിട്ടാണ് കണക്കാക്കുന്നത്, ഇറ്റ് ഈസ് ഡ്യൂ ടു ഫെയിലിയർ ഓഫ് the training and the individual failure to measure up to the requirements of conduct prescribed as per prevailing norm of the organization. അപ്പം ഏതൊരു ഹ്യൂമൻ റിസോഴ്സ് ആയതുകൊണ്ട് അവർക്ക് പ്രോപ്പർ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇൻഡിസിപ്ലിൻഡ് ബിഹേവിയറും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ദ ഡിസിപ്ലിനറി അതോറിറ്റി എക്സാമിൻസ് whether the employee violation is against the functioning of the organization, whether he should be allowed to continue in service and can be reformed by giving training. Okay, അപ്പോൾ ഈ offender has given training and he is motivated to work according to the requirements of the organization's norms of behavior. അവിടെയും സിവിയർ ആക്ഷനോ ഒന്നും എടുക്കുന്നില്ല, ഡിസ്മിസലൊന്നും എടുക്കില്ല. ഓക്കെ, ഇനി ഗ്രൂപ്പ് ഡിസിപ്ലിൻ അപ്രോച്ച് എന്ന് പറയും. ഈ ഗ്രൂപ്പ് ഡിസിപ്ലിൻ അപ്രോച്ചിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു വെൽ ഡിഫൈൻഡ് നോംസ് ഉണ്ട്, നോംസ് ഓഫ് കോണ്ടാക്റ്റ് ഉണ്ട് ഓർഗനൈസേഷൻ എങ്കിൽ ഓർഗനൈസേഷൻ എന്ത് ചെയ്യും, ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ആർ ഇൻഡ്യൂസ്ഡ്, മനസ്സിലായോ, ബൈ ദി മാനേജ്മെൻറ്റ് ടു ഇൻവോൾവ് ഇൻ ദ പ്രോസസ് ഓഫ് ഡിസിപ്ലിൻ. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പിൻ്റെ അടുത്ത് പറയുക ചെയ്യാം ഇന്നതൊക്കെയാണ് ഇവിടുത്തെ റൂൾസ് എന്നുള്ളത്. അപ്പോൾ ഇഫ് മാനേജ്മെൻറ്റ് സക്സീഡ്സ് ഇൻ ദിസ് ജോബ് ആൻഡ് ദ ഗ്രൂപ്പ് അക്സെപ്റ്റ് ദ ഓർഗനൈസേഷൻസ് നോംസ് ആസ് ദിയർ നോംസ്, then it is called group disciplinary approach. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഫങ്ഷൻ എന്താണ്, the discipline will be delegated function than a management task. ആ ഗ്രൂപ്പിനെ ഏൽപ്പിച്ച് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ the group as whole controls the individual's work who is a member of this group. Okay,
ഈ ലീഡർഷിപ്പ് അപ്രോച്ചിൽ എന്താ ചെയ്യുന്നത്, ഒരു മാനേജറെ ലീഡറാക്കി അങ്ങോട്ട് വെച്ച് കൊടുക്കും, അയാൾ നോക്കുന്നു. അപ്പോൾ ദ മാനേജർ ആക്ട് ആസ് ദ ലീഡർ ഓഫ് ദി ഓർഗനൈസേഷൻ ആൻഡ് ഹി അഡ്മിനിസ്റ്റേഴ്സ് ഡിസിപ്ലിൻ അമംഗ് ദ മെൻ ഹു ആർ അണ്ടർ ഹിസ് കൺട്രോൾ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, അയാളുടെ ഗ്രൂപ്പുമായിട്ട് ഡെയിലി അയാൾ കോൺടാക്റ്റ് ഉണ്ടാവും, ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ കളിക്കുന്നോ എന്നൊക്കെ നോക്കും. ഓക്കെ, ദീസ് ആർ ദ അപ്രോച്ചസ് ടു എന്താ പറയുക ഡിസിപ്ലിൻ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കും. ഇനി കോഴ്സസ് ഓഫ് ഡിസിപ്ലിൻ നമ്മൾ നോക്കിക്കഴിഞ്ഞതാണ്, എന്തൊക്കെയാണ് വാട്ട് ആർ ദ കോഴ്സസ് ഓഫ് ഡിസിപ്ലിൻ എന്നുള്ളത്. അപ്പോൾ ഞാനതിനി പറയുന്നില്ല. നമ്മൾ നോക്കാൻ പോണത് കോഡ് ഓഫ് ഡിസിപ്ലിനാണ്. അപ്പോൾ ഈ കോഡ് ഓഫ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ആദ്യം നോക്കാം, എന്നിട്ട് നീഡൊക്കെ നോക്കാം. അപ്പോൾ കോഡ് ഓഫ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുക, മെനി ഓർഗനൈസേഷൻസ് ഹാവ് ദിയർ ഓൺ റിട്ടൺ കോഡ് ഓഫ് കോണ്ടക്റ്റ് ഓർ കോഡ് ഓഫ് ഡിസിപ്ലിൻ ഫോർ ദിയർ എംപ്ലോയീസ്. ഏതൊരു ഓർഗനൈസേഷൻ ഉണ്ടാവും, എംപ്ലോയീസ് എന്തൊക്കെ നിയമങ്ങൾ പാലിക്കണം എന്നുള്ളതിൻ്റെ ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റ്. ഓക്കെ, അപ്പോൾ എ കോഡ് ഓഫ് ഡിസിപ്ലിൻ ഇസ് എ റിട്ടൺ ഡ്രാഫ്റ്റ് containing rules and regulations regarding the conduct of employees within the organization. മനസ്സിലായല്ലോ, ആ ഒരു റിട്ടേൺ ഡ്രാഫ്റ്റിനെയാണ് നമ്മൾ കോഡ് ഓഫ് ഡിസിപ്ലിൻ എന്ന് പറയാം. അപ്പോൾ ഇറ്റ് എയിംസ് അറ്റ് ബ്രിങ്ങിങ് ബെറ്റർ ഡിസിപ്ലിൻ എമംഗ് എംപ്ലോയീസ് ആൻഡ് മോഡുലേറ്റിംഗ് എംപ്ലോയി ബിഹേവിയർ ഓൺ എക്സ്പെക്റ്റഡ് ലൈൻസ് കൺസിഡറിങ് ദ നീഡ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പോൾ ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കോഡ് ഓഫ് ഡിസിപ്ലിൻ എന്ന് മനസ്സിലാക്കാം. അപ്പോൾ എ വെൽ സെറ്റ് ഔട്ട് കോഡ് ഓഫ് ഡിസിപ്ലിൻ ഇസ് ബെനിഫിഷ്യൽ ബോത്ത് ടു ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്, ഫസ്റ്റ് വൺ, റൂൾസ് ആർ നെസസറി ബിക്കോസ് ദേ സെറ്റ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഒരു ഗുഡ് ഡിസിപ്ലിനറി പ്രൊസീജിയർ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് റൂൾസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റൂൾസ് എന്താക്കുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ടു കീപ് ദ എംപ്ലോയീസ് ഡീൽ ഫെയർലി വിത്ത് others. Then second is rules will normally cover issues such as absence, timekeeping, holiday arrangement. ഒരു റൂൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, അതിനനുസരിച്ചിട്ട് പോയിക്കോളും എല്ലാ കാര്യങ്ങളും. Then rules and procedures should be clear and should preferably be put in writing എന്നാണ് പറയുന്നത്. They should be known and understood by all employees. Then all employees should have ready access to a copy of rules and ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് അതിൻ്റെ ഒരു കോപ്പി എല്ലാ എംപ്ലോയീസിനും, നമ്മളപ്പം കോളേജിൻ്റെ റൂൾസാണ് നിങ്ങൾ ഹാൻഡ് ബുക്കിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതേപോലെ. Then management should aim to secure the involvement of employees and any recognized trade union when rules and disciplinary procedures are introduced or revised. ഇനി റൂൾസ് ഒക്കെ റിവൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് ട്രേഡ് യൂണിയൻസ് ഓർ എംപ്ലോയീസ്. അതായത് എല്ലാ എംപ്ലോയീസിനെയും വിളിച്ച് കൺസൾട്ട് ചെയ്യാനൊന്നും പറ്റില്ല, പക്ഷേ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ വെച്ചിട്ട് വേണം എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ ചെയ്യാൻ. ഇനി റൂൾ ഷുഡ് ബി റിവ്യൂഡ് ഫ്രം ടൈം ടു ടൈം ആൻഡ് റിവൈസ്ഡ് ഇഫ് നെസസറി. Then management should ensure that those responsible for operating disciplinary rules understand them and receive appropriate training. അപ്പോൾ ആരാണോ ഇതുമായിട്ട് ഡീൽ ചെയ്യുന്നത് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കണം റൂൾസ് ഓഫ് ദ ഓർഗനൈസേഷൻ എന്തൊക്കെയാണെന്നുള്ളത്, അവർക്ക് പ്രോപ്പർ ട്രെയിനിങ്ങും കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കോഡ് ഓഫ് ഡിസിപ്ലിൻ ഇതാക്കുന്നത്. ഇനി കോഡ് ഓഫ് ഡിസിപ്ലിൻ ഫോർ ഇൻഡസ്ട്രീസ് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ദ ഇഷ്യൂ ഓഫ് ഡിസിപ്ലിൻ ഇൻഡസ്ട്രി വാസ് ഡിസ്കസ്ഡ് ഇൻ ദ ഇന്ത്യൻ ലേബർ കോൺഫറൻസ് ആൻഡ് ദ കോഡ് ഓഫ് ഡിസിപ്ലിൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1958. അപ്പോൾ ദ കോഡ് ഓഫ് ഡിസിപ്ലിൻ വാസ് ഇവോൾവ്ഡ് അറ്റ് ദ ഇന്ത്യൻ ലേബർ കോൺഫറൻസ് ഇൻ 1958 എന്നാണ് പറയുന്നത്. അപ്പോൾ ദ കോഡ് വാസ് അപ്രൂവ്ഡ് ബൈ ഓൾ സെൻട്രൽ ഓർഗനൈസേഷൻസ് ഓഫ് വർക്കേഴ്സ് ആൻഡ് എംപ്ലോയേഴ്സ്. ദ കോഡ് ഇസ് വോളണ്ടറി and not a legal document. It aims at providing an alternative mechanism for conflict resolution and maintaining industrial peace. അപ്പോൾ ഒരു സമാധാനം നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത് കോഡ് ഓഫ് ഡിസിപ്ലിൻ ഇൻ ഇൻഡസ്ട്രി. അല്ല, ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ്സ് എന്താണെന്ന് ഞാനൊന്ന് ചുരുക്കി പറയാം, നിങ്ങളുടെ ടെക്സ്റ്റിൽ കുറേ പറയുന്നുണ്ട്. അപ്പോൾ ദ ടു പാർട്ടീസ് എഗ്രി ടു യൂട്ടിലൈസ് ദ എക്സിസ്റ്റിംഗ് മെഷീനറി ഫോർ ദ സെറ്റിൽമെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു തർക്കം വന്നിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, എക്സിസ്റ്റിംഗ് മെക്കാനിസം എന്താണോ അത് യൂട്ടിലൈസ് ചെയ്യുക. ഈ 1958 വന്നിട്ടുണ്ടല്ലോ, അതിനനുസരിച്ചിട്ട്. ദ പാർട്ടി ഷാൾ നോട്ട് റിസോർട്ട് ടു സ്ട്രൈക്സ് ഓർ ലോക്കൗട്ട്സ് വിത്തൗട്ട് ഫസ്റ്റ് എക്സ്പ്ലോറിങ് ഓൾ അവന്യൂസ് ഓഫ് സെറ്റിൽമെൻറ്റ്. അതായത് വെറുതെ സമരവും അതിനും ഇതിനൊക്കെ പോകുന്നതിന് മുന്നേ ആദ്യം അത് സെറ്റിൽ ചെയ്യാൻ നോക്കുക, അല്ലാതെ ആരും സ്ട്രൈക്കിനും ലോക്കൗട്ടിനും ഒന്നും പോകാൻ പാടില്ല. The parties accept that the dispute not settled mutually
ഷാൽ ബി റെഫേർഡ് ടു വോളണ്ടറി ആർബിട്രേഷൻ. അതായത് പരസ്പരം അത് പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, അത് ആർക്ക് വിടണം? It is referred to voluntary arbitration. Now, the code specifies the criteria for the recognition of trade unions and creates an obligation on employers to recognize the majority trade union. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കോഡ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഇറ്റ് സ്പെസിഫൈസ് ദ ക്രൈറ്റീരിയ ഫോർ റെക്കഗ്നേഷൻ ഓഫ് ട്രേഡ് യൂണിയൻ്റെ റെക്കഗ്നേഷനോട് കൂടിയിട്ടാണ്, അതാണ് ഒരു മാനദണ്ഡം പറയുന്നത്. ആൻഡ് ക്രിയേറ്റ്സ് ആൻ ഒബ്ലിഗേഷൻ ഓൺ എംപ്ലോയേഴ്സ് ടു റെക്കഗ്നൈസ് മെജോറിറ്റി ട്രേഡ് യൂണിയൻസ്. അതായത് ട്രേഡ് യൂണിയൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ കാര്യങ്ങളൊക്കെ അംഗീകരിക്കാനുള്ളൊരു മനസ്സ് മാനേജ്മെൻറ്റിന് ഉണ്ടാവുകയും വേണം. The two parties shall not resort to unfair labor practices detailed out in the code. ഒരു അൺഫെയർ ലേബർ പ്രാക്ടീസസും നടത്താൻ പാടില്ല. മാനേജ്മെൻറ്റ് ആൻഡ് ട്രേഡ് യൂണിയൻസ് അഗ്രി ടു എസ്റ്റാബ്ലിഷ് ഗ്രിവാൻസ് സെറ്റിൽമെൻറ്റ് പ്രൊസീജിയേഴ്സ് ഓൺ എ മ്യൂച്വലി അഗ്രീഡ് ബേസിസ് എന്നാണ് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് ഡിസിപ്ലിനറി സിസ്റ്റം നോക്കാം. എന്തൊക്കെ ഉണ്ടായിരിക്കണം എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് ഡിസിപ്ലിനറി സിസ്റ്റം? ഫസ്റ്റ് പറയുന്നത് പ്രോപ്പർ നോളജ് ഓഫ് റൂൾസ്. അതായത് എംപ്ലോയി ഷുഡ് ഹാവ് നോളജ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, കോഡ് ഓഫ് കോണ്ടക്ട് ആൻഡ് എക്സ്പെക്റ്റഡ് ബിഹേവിയർ ഇൻ ദ ഓർഗനൈസേഷൻ. കൃത്യമായിട്ട് എഴുതിയിരിക്കണം. ദിസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ എംപ്ലോയീസ് ആൻഡ് ദ കോഡ് ഓഫ് കോണ്ടക്ട് മസ്റ്റ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഹാൻഡ് ബുക്ക് ഓഫ് എംപ്ലോയീസ്. ഓക്കെ. സെക്കൻഡ് വൺ, ക്വിക്ക് ആക്ഷൻ. അതായത് ഇഫ് ദർ ഇസ് എനി വയലേഷൻ ഓഫ് ദ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് മാനേജ്മെൻറ്റ് ഷുഡ് കണ്ടക്ട് ടൈംലി എൻക്വയറി ആൻഡ് ടേക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻ എന്നാണ് പറയുന്നത്. തേർഡ് വൺ, ഫെയർ ആക്ഷൻ. അതായത് ആക്ഷൻ എങ്ങനെയായിരിക്കണം? ഫെയർ ആൻഡ് ജസ്റ്റ് ആയിരിക്കണം. ദ ആക്ഷൻ ടേക്കൺ മസ്റ്റ് ബി ഫെയർ, ഇക്വിറ്റബിൾ ആൻഡ് ബേസ്ഡ് ഓൺ ജുഡീഷ്യൽ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പോൾ ഡിസിപ്ലിൻ ഷുഡ് ബി എൻഫോഴ്സ്ഡ് യൂണിഫോംലി ആൻഡ് കൺസിസ്റ്റൻ്റ്ലി ഓൺ ഓൾ എംപ്ലോയീസ് എന്നാണ് പറയുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ഇസ് വെൽ ഡിഫൈൻഡ് പ്രൊസീജിയർ. വെൽ ഡിഫൈൻഡ് പ്രൊസീജിയർ ഉദ്ദേശിക്കുന്നത് പ്രൊസീജിയർ ടു ബി യൂസ്ഡ് ഇൻ ദ ഓർഗനൈസേഷൻ റിലേറ്റഡ് വിത്ത് ഡിസിപ്ലിൻ മസ്റ്റ് ബി ക്ലിയർലി ഇൻഡിക്കേറ്റഡ്. അതായത് ഇറ്റ് ഷുഡ് ബി വെൽ ഡിഫൈൻഡ് എന്ന് പറയുന്നത്. ഡെഫിനിറ്റ് ആൻഡ് കറക്റ്റ് പ്രൊവിഷൻസ് ഫോർ അപ്പീൽ ആൻഡ് റിവ്യൂ ഓഫ് ഡിസിപ്ലിനറി ആക്ഷൻ ഷുഡ് ബി പ്രൊവൈഡഡ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ഇസ് കൺസ്ട്രക്റ്റീവ് അപ്രോച്ച്. കൺസ്ട്രക്റ്റീവ് അപ്രോച്ചിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരെ ടാക്റ്റ്ഫുള്ളി ഡീൽ ചെയ്യണം ഡീഫോൾട്ടിങ് എംപ്ലോയീസിന് വളരെ തന്ത്രപരമായിട്ട്. ഇറ്റ് ഷുഡ് ബി പ്രിവെൻറ്റീവ് റാദർ ദാൻ പ്യൂണിറ്റീവ് എന്നാണ് പറയുന്നത്. അതായത് പണിഷ്മെൻറ്റ് കൊടുക്കുന്നതിന് പകരമായിട്ട് പ്രിവെൻറ്റീവ് മെഷേഴ്സ് ആയിരിക്കും എടുക്കേണ്ടത്. ദ മെയിൻ പർപ്പസ് ഓഫ് പണിഷ്മെൻറ്റ് ഇസ് ടു റെക്ടിഫൈ ദ എംപ്ലോയീസ് ആൻഡ് നോട്ട് ടു ഇൻസൾട്ട് ദം. ഓക്കെ. അതാണ് കൺസ്ട്രക്റ്റീവ് അപ്രോച്ചിൽ പറയുന്നത്. ഒരു ഗുഡ് ഡിസിപ്ലിനറി സിസ്റ്റത്തിന് ഒരു കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് ആയിരിക്കണം. സെൽഫ് ഡിസിപ്ലിൻ ഇസ് ദ ബെസ്റ്റ് വൺ. ഓക്കെ. The last one, review. All rules and regulations should be appraised at regular intervals. They should be changed according to changes happening in the വേൾഡ് എന്നാണ് പറയുന്നത്. പിന്നെ ഡിസിപ്ലിനറി പ്രൊസീജിയർ ഞാൻ ഒരു പ്രാവശ്യം ആ പോസിറ്റീവ് ഇതിൽ പറഞ്ഞു കഴിഞ്ഞതാണ് ട്രഡീഷണൽ അപ്രോച്ചിൽ. അതായത് ആ സെയിം റൂൾസ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഡിസിപ്ലിനറി പ്രൊസീജിയർ ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ ദി എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് ഇറ്റ് സെൽഫ് എന്നാണ് പറയുന്നത്. ഇനി ഓൾട്ടർനേറ്റീവ്ലി ദ പ്രൊസീജിയേഴ്സ് ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ ദ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് സ്റ്റാഫിൻ്റെ ഹാൻഡ് ബുക്കിലൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കാം. നോർമലി എ സീരീസ് ഓഫ് വാർണിംഗ് ഷുഡ് ബി ഗിവൺ ബിഫോർ ഡിസിപ്ലിൻ ഓർ ഡിസ്മിസൽ ഇസ് കോൺടംപ്ലേറ്റഡ്. പെട്ടെന്ന് ഒറ്റയടിക്ക് പോയിട്ട് അവരെ ഡിസ്മിസ് ചെയ്യാനൊന്നും പാടില്ല. ആദ്യം വാർണിംഗ്സ് കൊടുക്കണം. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആദ്യം ഇൻഫോർമൽ ഓറൽ വാർണിംഗ് കൊടുക്കുക, മൈനർ ഒഫൻസസ് ഒക്കെ ആണെങ്കിൽ. പിന്നെ ഫോർമൽ ഓറൽ വാർണിംഗ് കൊടുക്കുക. പിന്നെ റിട്ടേൺ വാർണിംഗ് കൊടുക്കുക. വേണമെങ്കിൽ ഇനിയും സെക്കൻഡ് റിട്ടേൺ വാർണിംഗ് എന്ന് പറഞ്ഞാൽ 2-3 പ്രാവശ്യമൊക്കെ ഓർമ്മിപ്പിക്കാം. ദെൻ ലാസ്റ്റ് ഫൈനൽ റിട്ടേൺ വാർണിംഗ്. അവിടെ വെച്ചിട്ടുള്ളൂ ഡിസ്മിസ് ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ലാസ്റ്റ് വരുന്നത് പണിഷ്മെൻ്റ് ആണ്. അടുത്തത് ഞാൻ